എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജിം കോർബറ്റിൻ്റെ ഒരു കഥയാണ്, തലാദേശ് മാനിറ്റേഴ്സ് എന്ന കഥ. 150 പേരെ 8 വർഷം കൊണ്ട് ഇല്ലാതാക്കിയ ഒരു നരഭോജിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണിത്. ഒന്നാമത്തെ പാർട്ട് മുകളിൽ ഐഐക്കിടിനും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കഥ പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങളോട് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പിന്നെ ഒരു ഹൈപ്പ് കൊടുക്കുവാനും മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. കഴിഞ്ഞ കഥയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെയാണ്. ജിം കോർബറ്റും ഡങ്കൻ സിംഗ് കൂടി ആ മലയുടെ മുകളിലേക്ക് കയറുകയും താഴ്വരയിലെ പുൽമേട്ടിൽ കിടക്കുന്ന 2 കടവുകളിൽ ഒരു കടവുകളെ വെടിവെക്കുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ബാക്കിയാണ്. കടവയുടെ ആ അഗാധമായ നിദ്ര കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം തോന്നിയത് അവരോടുള്ള ഒരുതരം ബഹുമാനമാണ്. പക്ഷേ ആ അടുത്ത നിമിഷം തന്നെ ഡുങ്കർ സിംഗിൻ്റെ അമ്മയുടെ മുഖം എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഇതിനെ ആദ്യം വീഴ്ത്തണം എന്നതായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇടതുവശത്തുള്ള കടുവയുടെ തല മലയിലേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ ചുവന്ന രോമങ്ങൾ വെയിലിൽ തിളങ്ങുന്നുണ്ട്. രണ്ടാമത്തേതാകട്ടെ വയർ മലയിലേക്ക് തിരിച്ചു വെച്ച് വാല് താഴേക്ക് തൂക്കി സമാധാനമായി ഉറങ്ങുന്നു. ഞാനെൻ്റെ റൈഫിൽ പതുക്കെ ഉയർത്തി. അതിൻ്റെ തണുത്ത ലോഹം എൻ്റെ വിരലുകളെ ഒന്ന് തൊട്ടു. അകലെയുള്ള കടുവയെ ആദ്യം വെടിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം ആ വെടിവെച്ച കേട്ട് അടുത്തുള്ളവൻ ചാടി എഴുന്നേറ്റാൽ അവൻ എൻ്റെ കാഴ്ചയെ മറയ്ക്കാം. എൻ്റെ ഇടതുകൈ മുട്ടുകൾ നിലത്തെ കൈകളിൽ അമർന്നു. അത് എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് നൽകിയത്. കാറ്റിൽ ഉണങ്ങിയ പുല്ലിൻ്റെ ഒരു വിറയൽ മാത്രം. ബാക്കിയെല്ലാം മരവിച്ചതുപോലെ നിശബ്ദമാകുന്നു. എൻ്റെ കൈപ്പത്തി നിലത്ത് വെച്ച് റൈഫിലിന് ഒരു മൃദുവായ തലാണ പോലെ ഞാൻ അതൊരുക്കി. വിറയ്ക്കുന്ന വിരലുകളെ നിയന്ത്രിക്കാൻ ഞാൻ ദീർഘമായി ഒരു ശ്വാസമെടുത്തു. എൻ്റെ ശ്വാസം പോലും ആ നിശബ്ദതയെ ഭേദിക്കുന്നുണ്ടായിരുന്നു. റൈഫിലിൻ്റെ ഡിസ്റ്റൻസ് സൈറ്റിലൂടെ ഞാൻ നോക്കിയപ്പോൾ കടുവയുടെ ഹൃദയഭാഗം കൃത്യമായി എൻ്റെ ദൃഷ്ടിയിൽ വന്നു. ചുറ്റുമുള്ള മരങ്ങളോ പക്ഷികളോ ഒന്നും പിന്നെ എൻ്റെ ലോകത്തുണ്ടായിരുന്നില്ല. ആ കറുത്ത വരകളും മഞ്ഞ നിറവുമായിരുന്നു എൻ്റെ ലക്ഷ്യം. 120 ഗജം ദൂരെ. കാട്ടിലെ നിയമങ്ങളനുസരിച്ച് അതൊരല്പം ദൂരെ കൂടുതലാണ്. പക്ഷേ എൻ്റെ തോക്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. പതുക്കെ, വളരെ പതുക്കെ ഞാൻ എൻ്റെ ട്രിഗറിൽ വിരലമർത്തി. നിമിഷങ്ങൾ യുഗങ്ങൾ പോലെ കടന്നുപോയി. ആ കൊച്ചുകാട്ടിലെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് എൻ്റെ റൈഫിൽ ഒന്ന് ഗർജിച്ചു. ആ വെടിവെച്ച താഴ്വരയുടെ ഹൃദയം പിളർന്നതുപോലെയാണ് മുഴങ്ങിയത്. ചുട്ടുപഴുത്ത വെടിയുണ്ട കാട്ടിലെ ഈർപ്പത്തെ കീറി മുറിച്ച് ആ ദൂരെയുള്ള കടുവയുടെ ശരീരത്തിൽ ചെന്നു പതിച്ചു. വെടിയുണ്ടയുടെ ആഘാതത്തിൽ ആ കടുവ ഒന്ന് വിറച്ചതേയുള്ളൂ. പിന്നെ ഒരു ചലനവുമില്ലാതെ അത് ആ മണ്ണിലേക്ക് അമർന്നുപോയി. എൻ്റെ തോക്കിനുള്ളിലെ ആ കരിമരുന്നിൻ്റെ കയ്പുള്ള ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. ആ നിമിഷം കാട് ഭയപ്പാടോടെ നിശബ്ദമായി. തൊട്ടടുത്ത് കിടന്നിരുന്ന ഒന്നാമത്തെ കടുവ ഒരു വസന്തകാല സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നത് പോലെ മുകളിലേക്ക് കുതിച്ചുയർന്നു. അതിൻ്റെ ചുവന്ന കണ്ണുകളിൽ പകപ്പും അതിലേറെ ഭയവുമായിരുന്നു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പങ്കാളിക്കോ സഹോദരനോ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകാതെ അത് ഒരു നിമിഷം തരിച്ചു നിന്നു. 5 അടിയോളം വരുന്ന അരുവിക്കപ്പുറത്തേക്ക് ഒറ്റച്ചാട്ടത്തിന് അത് ഓടിയെത്തി. അവിടെ നിന്നും എൻ്റെ വീണുപോയ കൂട്ടുകാരനെ അത് അവസാനമായി ഒന്ന് നോക്കി. എൻ്റെ വിരൽ വീണ്ടും ട്രിഗറിൽ അമർന്നു. എൻ്റെ തോക്കിൻ്റെ കുഴൽ 1 ലക്ഷ്യത്തിൽ നിന്നും മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിയത് 1 സെക്കൻഡ് പോലും എടുക്കാതെയാണ്. രണ്ടാമത്തെ വെടിയുണ്ടയും ലക്ഷ്യം തെറ്റാതെ ആ രണ്ടാമത്തെ കടുവയുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. അത് വേദന കൊണ്ട് ഒന്ന് ഗർജിക്കാൻ പോലും കഴിയാതെ പിന്നിലേക്ക് മറിഞ്ഞു. അതുവഴി മഴവെള്ളം ഒഴുകുന്ന ആഴമേറിയ തോട്ടിലേക്കാണ് അത് വന്നു വീണത്. കാഴ്ചയിൽ നിന്നും അത് പൂർണ്ണമായും അതോടെ അപ്രത്യക്ഷമായി. തോക്ക് ഒന്ന് റീലോഡ് ചെയ്തു. തോക്കിൻ്റെ വെടിയുണ്ട ഒന്ന് ലോക്കായി. അതിൻ്റെ ക്ലിക്ക് ശബ്ദം എൻ്റെ ചെവിയിൽ ഒരു വലിയ സ്ഫോടനം പോലെയാണ് തോന്നിയത്. എൻ്റെ കൈകൾ അപ്പോഴും ഉറച്ചു തന്നെയായിരുന്നു നിന്നിരുന്നത്. പക്ഷേ മനസ്സ് ഒരു വല്ലാത്ത പിരിമുറുക്കത്തിലായിരുന്നു. പണ്ട് ആ വേട്ടക്കിടയിൽ തകർന്നുപോയ എൻ്റെ ചെവിക്കുള്ളിൽ ഇപ്പോൾ ഈ വെടിയുണ്ടകൾ ഇരട്ടി ശക്തിയോടെയാണ് വന്നടിക്കുന്നത്. ഓരോ സെക്കൻഡും
ഒരു യുഗം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്നാണ് ആ ഗുൽമോഹൻ ചെടികൾക്ക് പിന്നിൽ ഒരു അനക്കം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇലകൾക്കിടയിലൂടെ ഒരു കറുത്ത നിഴൽ മെല്ലെ നീങ്ങുന്നതാണ് ഞാൻ കണ്ടത്. 2 കടുവകൾക്ക് തൊട്ടടുത്ത് മറ്റേതെങ്കിലും ഒരു മൃഗം ഉണ്ടാകുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അത് 3ാമത്തെ കടുവയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. എൻ്റെ ശ്വാസം വീണ്ടും നിലച്ചു. ആ ചെടികൾക്കിടയിൽ നിന്നും ആ ഗാംഭീര്യമുള്ള രൂപം പുറത്തേക്ക് വന്നു. അതൊരു വലിയ പെൺകടുവയായിരുന്നു. അവൾ അവിടെ ഇപ്പോൾ തൻ്റെ മക്കളെ തിരയുകയാണ്. അവളുടെ കണ്ണുകളിലെ ആകുലതകൾ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. അവൾ ആ പുൽമേട്ടിലൂടെ വലതുവശത്തേക്ക് നീങ്ങാൻ തുടങ്ങി. എൻ്റെ തോക്ക് അവളെ ലക്ഷ്യം വെച്ചു. അവൾ ഒരു നിമിഷം ഒന്ന് നിന്നു, ആകാശത്തേക്ക് നോക്കി. ഒരു ദീർഘശ്വാസം എടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ ഒരു നിമിഷം മതിയായിരുന്നു എൻ്റെ അടുത്ത തിരയും ആ കടുവയുടെ ശരീരത്തിലേക്ക് വന്നു തറയ്ക്കാൻ. വെടിയേറ്റ ആ കടുവ പാറക്കെട്ടിൻ്റെ അരികിലേക്ക് ഉരുണ്ടു വീണു. ഞാൻ കണ്ട സാധാരണ കടുവകൾ വീഴുന്നത് പോലെ ആയിരുന്നില്ല അത്. ആദ്യം അത് നിശ്ചലമായി കിടന്നു. പിന്നെ പതുക്കെ ആ ചരിവിലൂടെ താഴേക്ക് വീഴാൻ തുടങ്ങി. മണ്ണും കല്ലും അവനോടൊപ്പം താഴേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. താഴെയുള്ള ആഴമേറിയ താഴ്വരയിലേക്ക് പതിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പഴയൊരു പൈൻ മരത്തിൻ്റെ മുകളിലേക്കാണ് ആ കടുവ വന്നു വീണത്. അത് ചില്ലകളിൽ അങ്ങനെ ഉടക്കി തൂങ്ങിക്കിടന്നു. ഒരു വലിയ പാവയെപ്പോലെയാണ് ആ കടുവ ആ മരച്ചില്ലയിൽ അങ്ങനെ തൂങ്ങിക്കിടന്നത്. ആ കാഴ്ച വല്ലാത്തൊരു വേദനയും ആശ്വാസവും ഒരേ സമയം നൽകി. എൻ്റെ കൈകൾ അപ്പോഴും തോക്കിലായിരുന്നു, പക്ഷേ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം എനിക്കൊരു സത്യം ബോധ്യമായി. ആ പുൽമേട്ടിൽ വന്ന് കിടന്നിരുന്നത് നരഭോജിയായ പെൺകടുവയും അവളുടെ വളർന്നു വലുതായ 2 കുട്ടികളുമായിരുന്നു. ഒരൊറ്റ കടുവയെ തേടിയിറങ്ങിയ ഞാൻ ഒരു വലിയ കുടുംബത്തെയാണ് ഇന്ന് നേരിട്ടത്. 8 വർഷമായി 150 മനുഷ്യരെ കൊന്നൊടുക്കിയ ആ ക്രൂരമായ സംഘത്തെ. മുകളിൽ നിൽക്കുന്ന ഗ്രാമവാസികൾ ഉച്ചത്തിൽ കൈയടിക്കുന്നതും ആർപ്പ് വിളിക്കുന്നതും കേൾക്കാൻ കഴിയുമായിരുന്നു. അവരുടെ ആർപ്പുവിളികളും കൈയടികളും താഴ്വരയിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ഡിങ്കൂർ സിംഗ് സന്തോഷം കൊണ്ട് മണ്ണിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. അവൻ്റെ അമ്മയുടെ മരണത്തിന് കാരണമായ ആ മൃഗങ്ങൾക്ക് ഇന്ന് വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നു. ആ താഴ്വരകളിൽ ഇപ്പോൾ വെടിയൊച്ചകളുടെ പ്രതിധ്വനികൾ അവസാനിച്ചിരിക്കുന്നു. പകരം ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് മനുഷ്യരുടെ വിജയത്തിൻ്റെ ആർപ്പുവിളികളും കരഘോഷങ്ങളുമാണ്. ആ കാടിൻ്റെ നിശബ്ദതയിൽ അവസാനത്തെ വെടിയൊച്ചയും മരിച്ചു മണ്ണടിഞ്ഞു. എൻ്റെ തോക്കിൻ കുടിയിൽ നിന്നും നേരത്തെ ഒരു പുകച്ചുരുൾ പാമ്പിനെ പോലെ വായുവിൽ ഉയർന്നു പൊങ്ങി. ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെയും കരിമരുന്നിൻ്റെയും ഗന്ധം എൻ്റെ നാസികളിലേക്ക് തുളച്ചു കയറി. എൻ്റെ ഇടത് ചെവിയിൽ ഒരു വലിയ വണ്ട് ചിറകടിക്കുന്നത് പോലെ വെടിയൊച്ചയുടെ പ്രതിധ്വനി ഇപ്പോഴും ബാക്കിയുണ്ട്. ദൂരെ ആ പൈൻമരത്തിൻ്റെ കൊമ്പിൽ തൂങ്ങിക്കിടന്നിരുന്ന ആ രൂപം കാറ്റിലിപ്പോൾ പതുക്കെ ആടുന്നുണ്ട്. അത് വെറുമൊരു മൃഗത്തിൻ്റെ ജഡമായിരുന്നില്ല, 8 വർഷത്തെ ഭീതിയുടെ അന്ത്യമായിരുന്നു. ആ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴേക്ക് ഇറ്റുവീഴുന്ന ഓരോ തുള്ളി ചോര ആ മണ്ണിൽ വീണ ശാപം കഴുകിക്കളയുന്നത് പോലെയാണ് തോന്നിയത്. താഴെ അരുവിയിലെ തെളിനീർ ആ കടുവയുടെ ചോര കലർന്ന് ചുവന്ന നിറത്തിൽ പതുക്കെ ഒഴുകാൻ തുടങ്ങി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഡിങ്കർ സിംഗ് ആ മണ്ണിൽ വീണ് ഉരുളുകയായിരുന്നു. അവനിപ്പോൾ ചിരിക്കുകയാണോ അതോ കരയുകയാണോ എന്ന് പോലും തിരിച്ചറിയുവാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ അമ്മയുടെ മാംസം കാർന്നു തിന്ന ആ ക്രൂരതയുടെ അന്ത്യം അവന് നൽകിയ ആശ്വാസം അത്രമേൽ വലുതായിരുന്നു. ആ താഴ്വരയിലെ ഓരോ മരച്ചില്ലകളും ആ വിജയത്തിൽ ആടി ഉലയുന്നതായി എനിക്ക് തോന്നി. ആ കുന്നിൻ മുകളിൽ നിന്നിരുന്ന ഗ്രാമവാസികൾ മതിമറന്ന് നൃത്തം ചെയ്യുകയായിരുന്നു. അവരുടെ ആർപ്പുവിളികളുടെ ശബ്ദം ആ മലമടക്കുകളിൽ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. 100 കണക്കിന് മനുഷ്യരുടെ ശ്വാസം നേരെ വീണ നിമിഷമായിരുന്നു അത്. തോക്ക് താഴ്ത്തിവെച്ച് ഞാൻ ആ പാറയിൽ അല്പനേരം ഇരുന്നു. എൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് ഭയം കൊണ്ടല്ല, മറിച്ച് മാസങ്ങളായി അനുഭവിച്ച ആ വലിയ ഭാരം ഇറക്കി വെച്ചതിൻ്റെ ആശ്വാസം കൊണ്ടായിരുന്നു. വലിയ 2 കടുവക്കുട്ടികളും തള്ളക്കടുവയുമാണ് എൻ്റെ ഇരയായി തീർന്നത്. ഒരൊറ്റ നരഭോജിയല്ല, ഒരു കുടുംബം തന്നെയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. തലയദേശിലെ മനുഷ്യരെ വേട്ടയാടിയിരുന്നത് ആ പെൺകടുവയും തൻ്റെ കുട്ടികളുമായിരുന്നു. നരഭോജിയായി തീർന്ന ആ തള്ളക്കടുവ തൻ്റെ കുട്ടികളെയും ട്രെയിൻ ചെയ്യുകയായിരുന്നു. മനുഷ്യനെ വേട്ടയാടുന്നതിൻ്റെ രീതികൾ പഠിപ്പിക്കുകയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുവാൻ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അവരും അവരുടെ തൂക്കുധാരികളും എൻ്റെ അരികിലേക്ക് എത്തി. അവരുടെ മുഖത്ത് ഭയം മാറി. ഇപ്പോൾ അവർക്ക് വല്ലാത്ത ഒരു ആരാധനയാണ്. ഡിങ്കർ സിംഗ് ഓടി വന്ന് എൻ്റെ കാലുകളിൽ വീണു. അവൻ്റെ കണ്ണുകളിൽ നിന്നും വീണു ഒഴുകിയ കണ്ണുനീർ എൻ്റെ ബൂട്ട് നനച്ചു. സാഹിബ്, എൻ്റെ അമ്മ,
ഇനി സമാധാനമായി ഉറങ്ങും എന്ന് അവൻ മന്ത്രിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. അവൻ ഇന്ന് നടന്ന ഈ സംഭവം, ഈ കഥ വരും തലമുറയ്ക്ക് കൈമാറുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. തലേദേശ് നരഭോജിയെ ഒരു വെള്ളക്കാരൻ സാഹിബ് കൊന്നു എന്ന ആ കഥ ഈ മലനിരകളിൽ എന്നും പാടി പുകഴ്ത്തും. ആകാശത്ത് നിന്ന് സൂര്യൻ പതുക്കെ പടിഞ്ഞാറൻ മലനിരകളിലേക്ക് പിന്നിലേക്ക് മാറി തുടങ്ങി. ആകാശത്തിപ്പോൾ ആ കടുവയുടെ ചോരയുടെ നിറമാണ്. കുന്നിൻ മുകളിൽ നിന്നും ഗ്രാമവാസികൾ താഴേക്ക് ഇറങ്ങി വരുന്നത് ദൂരെ നിന്ന് നോക്കിയാൽ ഒരു വലിയ ഉറുമ്പ് നിരയെപ്പോലെ തോന്നും. അവരുടെ കൈകളിൽ പാത്രങ്ങളും വടികളുമാണ്. രാത്രിയാകുന്നതിന് മുമ്പ് ആ ജഡങ്ങൾ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് വാശിയാണ്. എൻ്റെ തകർന്ന ചെവിക്കുള്ളിൽ ഇപ്പോഴും ആ സ്ഫോടനത്തിൻ്റെ ഇരമ്പൽ ബാക്കിയുണ്ട്. പക്ഷേ എൻ്റെ ആത്മാവിന് ഒരു വല്ലാത്ത ശാന്തി അനുഭവപ്പെട്ടു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറമേൽ ചാരിയിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈപ്പ് ഞാൻ വലിക്കുവാൻ തുടങ്ങി. വലിച്ചുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ആ പൈൻമരത്തിൽ ഉടക്കിയിരുന്ന ആ കടുവയുടെ ജഡം ആടുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ പിൻഭാഗത്തിലായിരുന്നു എൻ്റെ ആദ്യത്തെ വെടിയുണ്ട വന്ന് തറച്ചത്. അതുകൊണ്ട് തന്നെ മരണം ഉറപ്പിക്കുവാൻ വേണ്ടി ഞാൻ റൈഫിൾ കയ്യിലെടുക്കുകയും അതിനു നേരെ ഒരിക്കൽ കൂടി ചൂണ്ടുകയും നിറയൊഴിക്കുകയും ചെയ്തു. അത് അതിൻ്റെ മരണം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയായിരുന്നു. പൈൻ മരത്തിൽ നിന്നും ആ ജഡം താഴേക്ക് നിലം പതിച്ചു. ഒരു വലിയ പാറക്കല്ല് താഴെയുള്ള താഴ്വരയിലേക്ക് വന്ന് പതിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമായിരുന്നു അവിടെ അപ്പോൾ മുഴങ്ങിക്കേട്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിങ്കർ സിംഗ് ഒരു കാര്യം എന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. സാഹിബ്, ഒരു കടുവ ഓടിപ്പോകുന്നു എന്നാണ്. അവൻ കൈ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അത് ശരിയാണ്. ഒരു കടുവ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അതിൻ്റെ തോളിലായിരുന്നു വെടിയുണ്ട ഏറ്റിരിക്കുന്നത്. വേദനയുണ്ടെങ്കിലും അതിൻ്റെ വേഗതയ്ക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. അതിനെക്കൊണ്ടാവുന്ന വേഗം അത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. നമ്മൾ രണ്ടാമത് ഒരു മഴക്കുഴിയിലേക്ക് വെടിവെച്ചിട്ട ഒരു കടുവയുണ്ടല്ലോ, അതായത് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു പോയ കടുവ. ആ കടുവയായിരുന്നു അത് ആ തള്ളക്കടുവയായിരുന്നു. നമ്മൾ കരുതിയിരുന്നത് പോലെ മൂന്നാമത്തെ കടുവയായിരുന്നില്ല തള്ളക്കടുവ. മഴക്കുഴിയിലേക്ക് വീണ ആ കടുവയായിരുന്നു തള്ളക്കടുവ. എൻ്റെ തോക്കിൽ ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു വെടിയുണ്ട മാത്രമാണ്. ഞാൻ പാഴാക്കി കളഞ്ഞ ആ വെടിയുണ്ടയെ ഓർത്ത് ഞാൻ നിരാശനായി. എങ്കിലും തളർന്നിരുന്നില്ല. ഞാൻ എൻ്റെ ആ തോക്ക് ഓടിക്കൊണ്ടിരുന്ന ആ കടുവയ്ക്ക് നേരെ ചൂണ്ടി. ഒരു നിമിഷത്തേക്ക് ഒന്ന് നിൽക്കുന്നതിന് വേണ്ടി ഞാൻ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരുന്നു. 400 വാര അകലെയാണ് ഇപ്പോൾ ആ കടുവയുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കടുവ ഒരു പാറയുടെ മുകളിലേക്ക് കയറുകയും അവിടെ നിന്ന് ഒരു നിമിഷം തിരിഞ്ഞു നോക്കുകയും ചെയ്തു. ആ ഒരു നിമിഷം മാത്രം മതിയായിരുന്നു എൻ്റെ കാഞ്ചിയിന്മേൽ വിരലമർത്തുവാൻ. എന്നാൽ എൻ്റെ വെടിയുണ്ട ലക്ഷ്യം കണ്ടില്ല. അവിടെ നിന്നും പൊടി പറക്കുന്നത് ഞാൻ കണ്ടു. ആ കടുവ അവിടെ നിന്നും ഓടി മറഞ്ഞു മലകൾക്കപ്പുറത്തെ ഇരുട്ടിലേക്ക്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 ഉണ്ടകളും തീർന്നിരിക്കുന്നു. കയ്യിലിരിക്കുന്നത് ഇപ്പോൾ വെറുമൊരു ഇരുമ്പ് കുഴൽ മാത്രമായി മാറി. വേദനയോടെയും പകയോടെയും ആ നരഭോജി ഇനിയും ഈ കാട്ടിൽ അവശേഷിക്കുന്നു എന്ന സത്യം എന്നെ ശരിക്കും ശ്വാസം മുട്ടിച്ചു. ആ കടുവ ആ താഴേക്ക് പതിച്ച ആ പ്രദേശത്തേക്ക് ഞാൻ ചെന്നു. അവിടുത്തെ മണ്ണാകെ കുഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ രക്തം തളം കെട്ടിയിരിക്കുന്നു. പിന്നെ അവിടെ ഇവിടെയായി രോമം ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വെടിയുണ്ട അവളുടെ തോളിൽ കൊള്ളുകയും എന്നാൽ അവളുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങാതെ വശങ്ങളുടെ ഉരസിപ്പോവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് രോമങ്ങൾ ഇവിടെ ചിതറിക്കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ മുറിവ് അവളെ കൊല്ലാൻ പര്യാപ്തമായിരുന്നില്ല. പകരം അവളിലെ പകയെ അത് ജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. രക്തത്തിൻ്റെ ആ നേർത്ത പാടുകളെ പിന്തുടർന്ന് ഞാൻ മുന്നോട്ട് നീങ്ങി. കാട്ടിലെ പച്ചപ്പിനിടയിൽ ആ ചുവന്ന ബിന്ദുക്കൾ മരണത്തിൻ്റെ അടയാളങ്ങൾ പോലെ അവിടെ ചിതറിക്കിടന്നു. ഓരോ തുള്ളി രക്തവും എനിക്ക് പറഞ്ഞു തന്നത് ആ നരഭോജിയുടെ വേദനയല്ല, അവളുടെ പോരാട്ട വീര്യമാണ്. അല്പം മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ കണ്ടു, അവൾ അവിടെ ഒരു നിമിഷം നിന്നിട്ടുണ്ട്. അവിടുത്തെ മണ്ണ് നനഞ്ഞിരിക്കുന്നു. അവളുടെ തോളിൽ നിന്നും താഴേക്ക് ഒലിച്ചിറങ്ങിയ രക്തം അവിടെ തളം കെട്ടിക്കിടക്കുന്നത് കാണാൻ സാധിച്ചു. മുറിവേറ്റ മൃഗം തൻ്റെ ചോരയൊഴുക്കി വഴി കാണിക്കുന്നത് നിഗൂഢമായ ഒരു വെല്ലുവിളിയാണ്. എൻ്റെ ബൂട്ട് ആ രക്തത്തിൽ അമർന്നപ്പോൾ അവിടെയുണ്ടായ ആ പശിമയുള്ള ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങി. അവൾ ഏതു നിമിഷവും ആ കുറ്റിക്കാടിന് പിന്നിൽ നിന്നും ചാടി വീണേക്കാം. വായുവിൽ ഒരുതരം ലോഹഗന്ധം കലർന്നിരുന്നു. രക്തത്തിൻ്റെ ആ പരിക്കൻ മണമായിരുന്നു അത്. സന്ധ്യയാകാൻ തുടങ്ങിയപ്പോൾ കാട് അതിൻ്റെ രൂപം മാറാനും തുടങ്ങി. നീലകൾക്ക് നീളം കൂടി. ഓരോ മരവും ഓരോ നരഭോജിയെപ്പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. മുന്നിൽ ഏകദേശം 3 ഗജം നീളവും 100 ഗജം വീതിയുമുള്ള ഒരു വലിയ പൊന്തക്കാട്. അതാണ് ഞാൻ മുന്നിൽ കണ്ടത്. രക്തത്തിൻ്റെ പാടുകൾ നേരെ ചെന്ന് നിൽക്കുന്നത് ആ കാടിനുള്ളിലേക്കാണ്.
അവൾ ആ വലിയ കുറ്റിക്കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ നിബിഡമായ കാടിനുള്ളിൽ വെളിച്ചം കടന്നു ചെല്ലാത്ത ആ ഇരുളിൽ അവൾ തൻ്റെ മുറിവുകൾ നനയ്ക്കുന്നുണ്ടാകാം. ഓരോ തവണയും അവളുടെ മുറിവുകൾ നനയ്ക്കുമ്പോഴും എനിക്ക് നേരെയുള്ള പക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാകാം. ആ കുറ്റിക്കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് എനിക്കുള്ളിലെ എൻ്റെ വേട്ടക്കാരൻ എന്നോട് മന്ത്രിച്ചു. ആകാശം പതുക്കെ കറുത്തു തുടങ്ങി. കാറ്റിൻ്റെ തണുപ്പിന് കട്ടി കൂടി തുടങ്ങി. കാടിൻ്റെ നിയമങ്ങൾ രാത്രിയിൽ മാറും. പകൽ വേട്ടക്കാരനായിരുന്ന മനുഷ്യൻ രാത്രിയിൽ കേവലം ഇരയായി മാത്രം മാറും. ആ വലിയ പൊന്തക്കാടിന് മുന്നിൽ നിന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. അവിടെ പക്ഷികൾ പോലും നിശബ്ദമായിരുന്നു. അവൾ അവിടെ തന്നെ ഉണ്ടെന്ന് അവരും അറിഞ്ഞിരിക്കുന്നു. ചുറ്റുമുള്ള തണുപ്പിൽ നിന്നും ഒരു വല്ലാത്ത ചൂടുള്ള കാറ്റ് ആ കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ഒരൊറ്റ കണ്ണുകൊണ്ട് ആ പൊന്തക്കാടിനുള്ളിലേക്ക് ഞാൻ നോക്കാൻ ശ്രമിച്ചു. പക്ഷേ കാണാൻ കഴിഞ്ഞത് കാടിൻ്റെ ഭയാനകമായ നിശബ്ദതയും ഇരുട്ടും മാത്രമാണ്. നാളെ വെളിച്ചം വരുമ്പോൾ അവളുമായി ഒരു അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. മുറിവേറ്റ നരഭോജി ഈ രാത്രിയിൽ തലാദേശിൻ്റെ ശാപമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ഞാൻ പതുക്കെ എൻ്റെ തിരച്ചിലെല്ലാം അവസാനിപ്പിച്ച് തിരികെ മടങ്ങുവാൻ തീരുമാനിച്ചു. എൻ്റെ ആളുകൾ അപ്പോഴും മലകൾക്ക് മുകളിൽ ഭയത്തോടെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചെത്തിയപ്പോൾ അവരുടെ മുഖത്ത് കണ്ട ആശ്വാസം വാക്കുകൾക്കും അപ്പുറമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ആ ചോരയിൽ കുളിച്ച മുറിവേറ്റ രൂപം മാത്രമായിരുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ ആ 2 കടവുകളുടെയും തൊലി ഉരിഞ്ഞെടുക്കുവാൻ ഞാൻ ആളുകളെ ചട്ടം കെട്ടിയിരുന്നു. അങ്ങനെ പ്രഭാതത്തിൽ അവർ ആ കടവുകളെ കൊണ്ടുവരികയും അവയുടെ വയറ് കീറുകയും ചെയ്തു. അവയുടെ വയറ് കീറിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ നെഞ്ച് തകർത്ത് കളഞ്ഞു. നേരത്തെ കൊല്ലപ്പെട്ട ആ പാവ സ്ത്രീയുടെ ചോര പുരണ്ട വസ്ത്രത്തിൻ്റെ തുണ്ടുകൾ ആ കടവക്കുട്ടികൾ തിന്നു തീർത്തിരുന്നു. ആ വസ്ത്രത്തിൻ്റെ തുണ്ടുകൾ അവയുടെ വയറ്റിൽ കിടക്കുന്നത് വ്യക്തമായി ഞങ്ങൾ കണ്ടു. ആ തള്ളക്കടുവ മാത്രമല്ലായിരുന്നു, അവയുടെ കുട്ടികളും നരഭോജികൾ തന്നെയായിരുന്നു. മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അറിഞ്ഞവ തന്നെയായിരുന്നു. ഞാൻ ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളിലാണ് ഞാനിപ്പോഴെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഇടത് കാതിലെ ആ പഴുപ്പ് പൊട്ടാറായി നിൽക്കുകയായിരുന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും തലച്ചോറിനുള്ളിൽ ആരോ കനത്ത ഇരുമ്പ് കൂടം കൊണ്ട് അടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. തണുത്ത കാറ്റടിക്കുമ്പോൾ ആ വേദന സിരകളിലൂടെ ഒരു വൈദ്യുതാഘാതം പോലെ കടന്നു പോകും. എൻ്റെ മുഖത്തിൻ്റെ ഇടതുവശം ആകെ വീർത്തു വന്നു. തുന്നിക്കെട്ടിയ ഒരു തുണിസഞ്ചി പോലെ ചർമ്മം വലിഞ്ഞു മുറുക്കി. ആ വീക്കം പതുക്കെ പതുക്കെ എൻ്റെ ഇടത് കണ്ണിനെ ബാധിച്ചു. കൺപോളകൾ ഇറുകി അടഞ്ഞു പോയി. ഇപ്പോൾ എനിക്ക് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ, കേൾക്കാൻ ഒരു കാതും. ഈ അവസ്ഥയിൽ കാടിലെ ഏറ്റവും ക്രൂരനായ ആ നരഭോജിയെ നേരിടാൻ ഇറങ്ങുന്നത് ആത്മഹത്യപരമാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ ഈ വേദനയേക്കാൾ കഠിനമാണ് ഈ ഗ്രാമവാസികൾ 8 വർഷമായി അനുഭവിക്കുന്ന ഈ ആദി. രാത്രിയുടെ ആ കനത്ത നിശബ്ദതയിൽ ടെൻറ്റിലെ ചൂട് എന്നെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. ക്യാമ്പ് ബെഡിൽ കിടക്കാൻ ശ്രമിച്ചെങ്കിലും ഓരോ തവണ തലയനക്കുമ്പോഴും തലയ്ക്കുള്ളിൽ കത്തുന്ന കനൽ ഉരുളുന്നത് പോലെയുള്ള വേദനയാണ് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്. ടെൻറ്റിന് പുറത്തുള്ള പൈൻമരങ്ങൾക്കിടയിലൂടെ കാറ്റ് വീശുമ്പോൾ അടിക്കുന്ന ഒരു ചൂളം വിളിയുണ്ട്. അത് കേൾക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ ശ്വാസോച്ഛ്വാസം പോലെയാണ് എനിക്ക് തോന്നുന്നത്. വായുവിലാകട്ടെ മണ്ണെണ്ണ വിളക്കിൻ്റെയും പഴയ ക്യാൻവാസിൻ്റെയും മണം. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇവിടെ ഇങ്ങനെ ഇരുന്ന് മരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അത് ഉറപ്പിച്ച് എന്നോട് തന്നെ പറഞ്ഞു. തലാദേശിലെ ഈ പാവങ്ങളെ ഈ ശാപത്തിൽ നിന്നും എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം. വേദനയുടെ കൊടുമുടിയിൽ ഇരിക്കുമ്പോഴും എൻ്റെ വിരലുകൾ തോക്കിൻ്റെ ട്രിഗറിനായി തേടുകയായിരുന്നു. കഠിനമായ വേദന കൊണ്ട് എനിക്ക് അന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റു. പർവ്വതനിരകളിൽ ലഭിക്കുന്ന കടുപ്പമുള്ള ചായയ്ക്ക് വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞു. ആ ചൂടുള്ള പാനീയം എൻ്റെ തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോൾ വേദനയ്ക്ക് അല്പശമനം ലഭിക്കുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു. നിലാവുള്ള ആ രാത്രിയിൽ ആകാശത്തെ വെള്ളിമേഘങ്ങളെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ തീരുമാനം ഞാൻ ഉറപ്പിച്ചു. എൻ്റെ 8 ഗർവാലി വീരന്മാരെയും ഞാൻ അടുത്തേക്ക് വിളിച്ചു. തീപ്പൊരികൾ ചിതറുന്ന ആ കാട്ടുതീയുടെ വെളിച്ചത്തിൽ അവരുടെ മുഖത്തെ ഭയം എനിക്ക് വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ഞാൻ ഗൗരവത്തോടെ അവരോട് പറഞ്ഞു, നാളെ വൈകുന്നേരം വരെ നിങ്ങൾ എനിക്കായി ഇവിടെ കാത്തിരിക്കണം. സൂര്യൻ അസ്തമിച്ച് നക്ഷത്രങ്ങൾ തെളിഞ്ഞിട്ടും ഞാൻ വന്നില്ല എങ്കിൽ എൻ്റെ സാധനങ്ങളെല്ലാം നിങ്ങൾ പാക്ക് ചെയ്തിട്ട് നാനിറ്റാലേക്ക് തിരിച്ചു പോകണം. എൻ്റെ വാക്കുകൾ കേട്ട് അവർ മരവിച്ചു നിന്നു. മാധവ് സിംഗിൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. അത് അവൻ മുറുക്ക പിടിച്ചു. ഞാനത് കണ്ടു. പക്ഷേ ആരും ഒന്നും മിണ്ടിയില്ല.
മരണത്തിലേക്ക് നടന്നു പോകുന്ന ഒരു വേട്ടക്കാരനെ തടയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഞാൻ എൻ്റെ റൈഫിൽ കയ്യിലെടുത്തു. അതിൻ്റെ ബോൾട്ട് വലിച്ചു വിട്ടു. ആ ലോഹശബ്ദം രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചു. എൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് ഞാൻ ആ താഴ്വരയിലേക്ക്, ആ ഇരുളിലേക്ക് നടന്നു. കുറേ ദൂരം നടന്നു ചെന്നതിന് ശേഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എൻ്റെ ആളുകൾ ആ തീക്കുണ്ടത്തിന് ചുറ്റും കൂടി നിൽക്കുന്നു. ഒരു പ്രതിമ കണക്കെയാണ് അവർ അനങ്ങാതെ അങ്ങനെ നിൽക്കുന്നത്. അവരുടെ കണ്ണുകളിൽ ഒരുതരം യാത്രയയപ്പിൻ്റെ വേദനയായിരുന്നു. നിലാവിൻ്റെ വെളിച്ചത്തിൽ കാട്ടുപാതകൾ ഒരു പാമ്പിനെ പോലെ വെള്ളി നിറത്തിൽ മിന്നി. ഒരു കണ്ണു മാത്രം തുറന്നു വെച്ച് ഓരോ നിഴലിനെയും ശത്രുവായി കണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. കാട്ടിലെ നിശബ്ദതയ്ക്ക് ഇപ്പോൾ ഒരു പ്രത്യേക താളമുണ്ട്. അകലെ എവിടെയോ ഒരു രാപ്പക്ഷി കരയുന്നു. ഉണങ്ങിയ ഇലകളിലൂടെ ഏതോ ഒരു ചെറിയ ജീവി ഓടുന്നു. ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും എൻ്റെ ഹൃദയമിടിപ്പ് ആ തകർന്ന കാതിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. പണ്ടത്തെ ആ പഴയ വേട്ടയാടൽ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കുട്ടിക്കാലത്തെ കയ്യിൽ കിട്ടിയ ആ പഴയ സെക്കൻഡ് ഹാൻഡ് റൈഫിലുമായി രാത്രിയിൽ കാട് കയറുമ്പോൾ അപ്പോൾ തോന്നിയ അതേ ആവേശം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അണയാതെ കിടക്കുന്നുണ്ട്. അന്ന് 75 രൂപയ്ക്ക് കിട്ടിയ ആ തോക്ക് എനിക്ക് കാടിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു കടുവയെ എങ്ങനെ പിന്തുടരണം, അല്ലെങ്കിൽ ഒരു പുലിയെ എങ്ങനെ പിന്തുടരണം, അത് എപ്പോൾ ആക്രമിക്കും, എങ്ങനെ ആക്രമിക്കും എന്നെല്ലാം ഞാൻ പഠിച്ചത് ഈ കാടിൻ്റെ മടിത്തട്ടിൽ നിന്നാണ്. ഇന്ന് ആ അനുഭവങ്ങളെല്ലാം ഒരു കവചം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട ഒരു വേട്ടക്കാരൻ തൻ്റെ അറിവുകൾ മാത്രം രക്ഷയായുള്ളൂ. നരഭോജിനി എപ്പോൾ വേണമെങ്കിലും തൻ്റെ പിന്നിലൂടെ തൻ്റെ കഴുത്തിലേക്ക് ചാടി വീഴാം. കാരണം വായുവിൻ്റെ ദിശ ഇപ്പോൾ അവൾക്ക് അനുകൂലമാണ്. നീണ്ട 18 മണിക്കൂറുകളാണ് വിശ്രമമില്ലാതെ ഞാൻ ആ വനത്തിലൂടെ അലഞ്ഞു നടന്നത്. എൻ്റെ ശരീരം ഇപ്പോൾ വല്ലാതെ തളർന്നിരുന്നു. അങ്ങനെ എൻ്റെ നടത്തം വന്ന് അവസാനിച്ചത് ഒരു ഓക്കുമരത്തിൻ്റെ താഴെയാണ്. ഞാൻ ഇരിക്കുവാൻ പോകുന്ന ഈ ഓക്കുമരത്തിൻ്റെ മുകളിൽ ലങ്കൂർ കുരങ്ങൾ ഇരിപ്പുണ്ടെന്ന് അവയുടെ ഗന്ധത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഈ വനത്തിൽ ഏറ്റവും സുരക്ഷിതമായി ഇനി ഇരിക്കുവാൻ പറ്റുന്നത് ഈ ഓക്കുമരത്തിൻ്റെ തണലിൽ മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം ലങ്കൂർ കുരങ്ങുകൾ നരഭോജിയുടെ വരവ് എന്നെ വിളിച്ചറിയിക്കും, എനിക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. ഞാൻ മരത്തിൻ്റെ താഴ്ത്തട്ടിൽ ചാരിയിരുന്നു. മുകളിൽ ലങ്കൂർ കുരങ്ങുകൾ അവയുടെ താഴ്ന്ന സ്വരത്തിൽ ശബ്ദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ ആ ഓക്കുമരത്തിൻ്റെ തണലിലിരുന്ന് ഒന്ന് മയങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കാടിൻ്റെ താളം പെട്ടെന്ന് മാറുന്നത് എനിക്ക് മനസ്സിലായി. ആ രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ലങ്കൂർ കുരങ്ങുകളുടെ ആ കടുത്ത മുന്നറിയിപ്പ് ശബ്ദം മുഴങ്ങി. മുകളിലെ മരക്കൊമ്പിലിരുന്ന് ആ വലിയ ലങ്കൂർ കുരങ്ങ് കാവൽക്കാർ തൻ്റെ താഴ്ന്ന സ്വരത്തിൽ ഭാക് ഭാക് എന്ന് അലറിയപ്പോൾ എൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ ഒരു മിന്നൽ പിണർപ്പ് പോലെ ഉണർന്നു. നിലാവിൻ്റെ വെള്ളി വെളിച്ചത്തിൽ ആ പുൽക്കാടുകൾക്കിടയിലൂടെ ഒരു കറുത്ത നിഴൽ പതുക്കെ ഇഴഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഹൃദയമെടുപ്പ് അപ്പോൾ എൻ്റെ തൊണ്ടയിൽ വന്ന് മുട്ടുന്നുണ്ടായിരുന്നു. ആ ശബ്ദം പുറത്ത് കേൾക്കാമോ എന്ന് പോലും ഞാൻ ഭയന്നു. 100 ഗജം അകലെ ആ പുൽമേടിൻ്റെ നടുവിൽ അവൾ വന്നു നിന്നു. തളാദേശിൻ്റെ ആ രക്തദാഹി. അവളുടെ മുഖം മുകളിൽ ലങ്കൂർ കുരങ്ങൾക്ക് നേരെയായിരുന്നു. അവളിലെ വന്യത ആ നിലാവെളിച്ചത്തിൽ പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. 10 ഗജം അകലെയുള്ള ആ പൊന്തക്കാടിൻ്റെ തണലിലേക്ക് മാറുന്നതിന് മുമ്പ് അവൾ ആ പുൽത്തകടിയിൽ ഒന്ന് വിശ്രമിക്കുവാൻ തീരുമാനിച്ചു. അവൾ അവിടെ ശാന്തമായി കിടന്നു. ഓരോ തവണയും അവൾ തൻ്റെ മുറിവിലെ ഈച്ചകളെ ആട്ടിപ്പായ്ക്കുവാൻ വാൽ ചുഴറ്റുമ്പോൾ ഉണങ്ങിയ പുല്ലുകൾക്കിടയിൽ ഒരു മർമരം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇടത് കണ്ണ് വീക്കം കൊണ്ട് ഇറുകി അടഞ്ഞു പോയിരുന്നുവെങ്കിലും വലത് കണ്ണിലൂടെ ആ രൂപം ഞാൻ ഒപ്പിയെടുത്തു കൃത്യമായി. എൻ്റെ വിരലുകൾ തോക്കിൻ്റെ ട്രിഗറിൽ പതുക്കെ അമർന്നു. പക്ഷേ എൻ്റെ വേഗം എന്നെ തടഞ്ഞു. 100 ഗജം ദൂരെയുള്ള ലക്ഷ്യം വെറുമൊരു കണ്ണും പകുതി കേൾവിയുമായി ലക്ഷ്യം വെക്കുന്നത് രാത്രിയിൽ അപകടമാണെന്ന് എനിക്ക് മുന്നറിയിപ്പ് നൽകി എൻ്റെ മനസ്സ്. ലക്ഷ്യം തെറ്റിയാൽ അവൾ കാടിൻ്റെ ഇരുളിലേക്ക് മറയും. പിന്നെ ഒരിക്കലും എനിക്ക് അവളെ കിട്ടില്ല. അരമണിക്കൂറോളം അവൾ അവിടെ അനങ്ങാതെ കിടന്നു. ഇടയ്ക്കിടെ അവളുടെ തല ലങ്കൂറുകളുടെ ശബ്ദം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞ് പെട്ടെന്ന് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. വേദന കടിച്ചു പിടിച്ചായിരിക്കാം തൻ്റെ വലത് കാല് പതുക്കെ വലിച്ച് അവൾ എൻ്റെ വലതുവശത്തുള്ള ആ വലിയ ചാലിലേക്ക് നടന്നു നീങ്ങിയത്. അവൾ പോകുന്ന ഓരോ ചുവടിലും ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം എൻ്റെ കാതുകളിൽ പ്രകമ്പനം കൊള്ളിച്ചു. അവൾക്കെന്നെ കാണാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പ് വന്നതോടെ ഞാൻ പതുക്കെ ആ മരത്തണലിൽ നിന്നും എഴുന്നേറ്റു. അവളെ പിന്തുടരുവാൻ തീരുമാനിച്ചു. ഓരോ ഓക്കുമരത്തിൻ്റെയും മറവിൽ ഒളിച്ചു നിന്ന് ഒരു നിഴൽ പോലെ ഞാൻ അവളിലേക്ക് അടുത്തു. അവളും ഞാനും തമ്മിലുള്ള ദൂരം 150 നിന്നും വെറും 50 ഗജമായി കുറഞ്ഞു. ആ നീർച്ചാലിൻ്റെ അരികിൽ അവൾ ഒരു നിമിഷം നിന്നു. അവളുടെ വാൽ മാത്രം നിലാവെളിച്ചത്തിൽ മിന്നിമറയുന്നത് ഞാൻ കണ്ടു.
ബാക്കി ഭാഗം മുഴുവൻ നിഴലായിരുന്നു. അല്പസമയം കഴിഞ്ഞു കാണും, അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രം കഴിഞ്ഞു കാണും. എൻ്റെ ലോകമാകെ കീഴ്മേൽ മറിഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഒരു വല്ലാത്ത തലകറക്കം എന്നെ വല്ലാതെ ബാധിച്ചു. എൻ്റെ കാലുകൾ നിലത്തുറയ്ക്കാതെ ആടുകയാണ്. മുറിവേറ്റ ആ കടുവ ഏത് നിമിഷവും എന്നെ ലക്ഷ്യമാക്കി ചാടുമെന്ന് ഉറപ്പാണ്. ആ സത്യം എൻ്റെ വയറ്റിൽ ഒരു ആസിഡ് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. റൈഫിൾ പതുക്കെ ഞാൻ താഴേക്ക് വെച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു മരച്ചില്ലയിൽ ഞാൻ കൈകൊണ്ട് മുറുക്കെ പിടിച്ചു. അതൊരു ഊക്കുമരത്തിൻ്റെ കൊമ്പായിരുന്നു. തറയിലിരിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ ഊക്കുമരത്തിൻ്റെ മുകളിലെ 12 അടി അകലെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. അതായത് 12 അടി ഉയരത്തിൽ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ഞാൻ ആ ഊക്കുമരത്തിലേക്ക് വലിഞ്ഞു കയറി. ഞാൻ നല്ലപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വിയർപ്പ് തുള്ളികൾ എൻ്റെ കണ്ണിനെ മറച്ചു. അങ്ങനെ മുകളിൽ കയറുകയും ആ മരക്കൊമ്പിൽ തല ചായ്ച്ചു വെക്കുകയും ചെയ്തു. ആ നിമിഷം എൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു കനത്ത സ്ഫോടനം നടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ദിവസങ്ങളായി എൻ്റെ കാതിൽ നീങ്ങിക്കൊണ്ടിരുന്ന ആ പഴുപ്പ് പെട്ടെന്ന് പൊട്ടി ഒലിക്കാൻ തുടങ്ങി. എൻ്റെ മൂക്കിലൂടെയും ഇടത് കാതിലൂടെയും ആ കടുത്ത ദ്രാവകം പുറത്തേക്ക് ഒഴുകിയപ്പോൾ എൻ്റെ ആത്മാവിനെ തന്നെ പൊള്ളിച്ചിരുന്ന ആ നരകയാതന ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി. ശ്വാസത്തിൻ്റെ ഒരു വലിയ നെടുവീർപ്പ് എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. വേദനയുടെ ആ ഭാരം ഒഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ള ലോകം വീണ്ടും തെളിഞ്ഞു വരുവാൻ തുടങ്ങി. ഞാൻ ആ മരക്കൊമ്പിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏകദേശം 4 മണിക്കൂറോളം അബോധാവസ്ഥയിൽ അങ്ങനെയിരുന്നു. ബോധം തിരിച്ചു വന്നപ്പോഴേക്കും നേരം വെളുക്കാറായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ പതുക്കെ മാഞ്ഞു തുടങ്ങിയിരുന്നു. എൻ്റെ കഴുത്തിലെയും മുഖത്തെയും ആ കടുത്ത വീക്കം പൂർണ്ണമായും മാറിയിരുന്നു. എനിക്കിപ്പോൾ 2 കണ്ണുകളും തുറക്കാൻ കഴിയും. എൻ്റെ കഴുത്ത് എൻ്റെ ഇഷ്ടം പോലെ തിരിക്കാനും കഴിയുന്നുണ്ട്. മുറിവേറ്റ ആ നരഭോജി എൻ്റെ കയ്യിൽ നിന്നും അന്നത്തെ രാത്രി വഴുതിപ്പോയെങ്കിലും ഒരു കാര്യം എനിക്കുറപ്പായിരുന്നു: ഇനിയുള്ള പോരാട്ടം സമനിലയിലായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ ഭാഗം ഇവിടം കൊണ്ട് തീർക്കുകയാണ്. ഇനിയും ജിം കോർബറ്റ് ആ നരഭോജിയുടെ പുറകെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ 2 കണ്ണുകളും തെളിഞ്ഞു കാണാം. എങ്കിലും ആ വേദനിക്കുന്ന ചീവുമായി അദ്ദേഹം തലാദേശ് മാനീറ്ററിൻ്റെ പുറകെ പോകുവാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇനിയും അങ്ങോട്ട് നടക്കുവാൻ പോകുന്നത് ജിം കോർബറ്റും ആ നരഭോജിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. നമുക്കിനിയും അടുത്ത കഥയിൽ അത് വിശദമായി നോക്കാം. ഇന്നത്തെ ഈ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത കഥയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.